നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഹാലൻഡ് ടു ബാഴ്സലോണ നടക്കുന്ന കാര്യം പറയണോ എന്നല്ലേ നിങ്ങൾ കമൻ്റ് ഇടാൻ പോകുന്നത്? എന്നത് ലാപ്പോർട്ടയോടുള്ള ചോദ്യമാണ്. ഹാലൻഡ് ടു ബാഴ്സ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് സുദീർഘമായ കോൺട്രാക്റ്റ് ഉള്ള ആളാണ് എർലിംഗ് ഹാലൻഡ്. അദ്ദേഹത്തെ ബാഴ്സ സ്വന്തമാക്കുമോ? സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സീസണിലൊക്കെ അത്തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും ഹാലൻഡ് അവിടെ വളരെ ലെങ്തി ആയിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കിരീടങ്ങളൊക്കെ ചൂടി വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന ലാപ്പോർട്ടയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഹാലൻഡിനെ കൊണ്ടുവരുമോ? അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷേ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ് റൈറ്റ് നൗ. ഇപ്പോൾ ഹാലൻഡിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ചുരുക്കത്തിൽ എന്തും സാധ്യമാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ജോയൻ ലാപ്പോർട്ടയുള്ളത്. അതേസമയം ലാപ്പോർട്ട ഒരു കാര്യം പറയുന്നുണ്ട്, ലാമാസിയയിലെ താരങ്ങളെ വെച്ച് മാത്രമല്ല ടീം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ലാമാസിയയിലെ താരങ്ങൾ അവിടെയുണ്ട്. ഒപ്പം മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് പുറത്തു നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരിക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരെ കൊണ്ടുവരിക, അതിൻ്റെ ഒരു മിക്സ്, അതായത് ലാമാസിയ പിന്നെ പുറത്തു വരുന്ന കളിക്കാർ, അതിൻ്റെ ഒരു മിക്സുമായിട്ട് മുന്നോട്ട് പോകാനാണ് ശ്രമം എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൂടി നോക്കാം. തീർച്ചയായിട്ടും ലാമാസിയ താരങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ പുറമേ നിന്നുള്ള ടാലന്റുകളെ, എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ ആഡ് ചെയ്യാറുണ്ട്, സൈൻ ചെയ്യാറുണ്ട്. ആ ഫോർമുലയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കമ്പൈൻ ചെയ്യുക, ലാമാസിയ പ്ലേയേഴ്സും എബ്രോഡിൽ നിന്ന് വരുന്ന മികച്ച താരങ്ങളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു കോമ്പറ്റീവ് സ്പിരിറ്റിൽ മുന്നോട്ട് പോവുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ലാപ്പോർട്ട പറയുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുക.